CPM-നുള്ളിൽ ഇ.പി. ജയരാജൻ പോരാട്ടം തുടരും. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കാണേണ്ടി വന്ന സാഹചര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിച്ചത് ഇ.പി.യാണ്. എന്നിട്ടും ഇ.പി.ക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിൽ ഇടതു കൺവീനർ സ്ഥാനം നഷ്ടമാക്കി. സ്വയം ഒഴിഞ്ഞതാണെന്ന് ഇ.പി. പറയുമ്പോഴും അതിന് നടപടിയുടെ സ്വഭാവം CPM സെക്രട്ടറി M.V. ഗോവിന്ദൻ ചാർത്തി നൽകി. ഈ സാഹചര്യത്തിൽ ഇ.പി.യും ചില ചോദ്യങ്ങൾ ഉയർത്തും. 4 വിഷയങ്ങൾ പാർട്ടിയിൽ നിരന്തരം ചർച്ചയാക്കാനാണ് ഇ.പി.യുടെ തീരുമാനം. ഇതെല്ലാം M.V. ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ്. പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ചിലയിടത്ത് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിന് പോലും ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇടനിലയായി നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം. അദ്ദേഹവുമായി ചില നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടി അന്വേഷിക്കണമെന്നാണ് ഇ.പി.യുടെ ഒളിയമ്പ്. കണ്ണൂരിലെ സ്വർണ്ണ മുതലാളിയെയാണ് ഇ.പി. ലക്ഷ്യമിടുന്നത്. സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ 30 കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലേക്ക് ആളെ വിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പാർട്ടി നേതാവിന്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നതും പരിശോധിക്കണമെന്നതാണ് ആവശ്യം. ഇതിൽ ആരാണ് പ്രതിക്കൂട്ടിലെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് കാര്യമായി പരിശോധന വേണം. കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ട്. പ്രതിക്കായി ജയിലിൽ കിടക്കുന്നയാൾക്കൊപ്പമാണ് പാർട്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രതികരിച്ചു. അത്തരം പ്രതികരണമുണ്ടായതിന്റെ കാരണം പരിശോധിക്കണം. ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കി. കാസർഗോഡ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രം മാറ്റാൻ ഇടപെട്ടത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന് ആരോപണമുണ്ട്. ഔട്ട്ലെറ്റ് മാറ്റാൻ ഇടപെടണമെന്ന് ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് നിർദ്ദേശിച്ചതും കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതും ഒരാളാണ്. ഇതാണ് ഇ.പി.യുടെ നിലപാട്. അസാധാരണമായ ആരോപണങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒടുവിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജന്റെ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിവാക്കുന്നത്. ജൂലൈ 22-ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് വിശദ ചർച്ചയായി. ജൂലൈയിലെ യോഗത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നുവെന്നായിരുന്നു ജയരാജൻ പറഞ്ഞത്. വെള്ളിയാഴ്ച PB അംഗങ്ങളുടെ കൂടിയാലോചനയുടെ തീരുമാനമെന്ന രീതിയിലാണ് കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ M.V. ഗോവിന്ദൻ അറിയിച്ചത്. ഈ ഘട്ടത്തിലും പഴയ ആരോപണങ്ങളിൽ പരിശോധന വേണ്ടേ എന്ന് ജയരാജൻ ചോദിച്ചു. എന്നാൽ മറുപടി ഉണ്ടായില്ല. ഇതോടെ ഇ.പി. രാജി നൽകി. ജൂലൈയിൽ നടന്ന യോഗത്തിൽ M.V. ഗോവിന്ദനാണ് ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജനെ കണ്ടത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണെന്ന് പറഞ്ഞത്. അക്കാര്യം പാർട്ടിക്ക് മുമ്പിൽ താൻ വിശദീകരിച്ചതും അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി തന്നെ പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതല്ലേയെന്ന് ഇ.പി. ചോദിച്ചു. ഗൗരവമുള്ള കാര്യമായതിനാൽ പാർട്ടി പരിശോധന വേണമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ 4 കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ജയരാജൻ പാർട്ടിക്ക് മുമ്പിൽ വെച്ചത്. പേരാമ്പ്ര MLA-യും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ T.P. രാമകൃഷ്ണനാണ് പുതിയ ഇടതു കൺവീനർ. വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനം ശനിയാഴ്ച സംസ്ഥാന സമിതി അംഗീകരിച്ചു. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലാണ് മുതിർന്ന നേതാവിനെതിരായ നടപടി. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇ.പി. നടത്തിയ പ്രസ്താവനകൾ പാർട്ടി പരിശോധിച്ചതായും വീഴ്ച കണ്ടെത്തിയതായും യോഗത്തിന് ശേഷം തീരുമാനം വിശദീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. LDF-ന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ഇ.പി. ജയരാജന് പരിമിതി ഉണ്ടായതും മാറ്റത്തിന് കാരണമാണെന്ന് അദ്ദേഹം തുടർന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി വിവാദ ദലാൽ നന്ദകുമാറിനൊപ്പം സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയ വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇ.പി. തന്നെ പരസ്യമാക്കിയത്.